കേട്ടില്ലേ? മാറി നിക്കടി അങ്ങോട്ട്. നിങ്ങൾ പോരുത്. ഞാൻ ചെയ്ത തെറ്റിന് എന്റെ ചേച്ചിയെ ശിക്ഷിക്കരുത്. നിങ്ങളുടെ സ്ഥാനത്ത് ആരാണെങ്കിലും ഈ തീരുമാനം തന്നെയാവും എടുക്കുക. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല സംഭവിച്ചത്. ഒന്നും സംഭവിക്കാതാണോ പോലീസുകാർ വന്നത്? ഇത്ര വലിയ മോഷണം നടത്തിയിട്ട് ഒന്നും സംഭവിക്കാത്തതുപോലെ അഭിനയിക്കുന്ന കണ്ടില്ലേ? ഞാൻ എന്താ മണ്ടിയാണെന്ന് കരുതിയോ? സാർ, നിങ്ങളെങ്കിലും ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്കണം. പോലീസുകാർ പറഞ്ഞതുപോലെ ഞാൻ സത്യമായിട്ട് മോഷ്ടിച്ചിട്ടില്ല. കുട്ടികളുടെ കൂടെ പോയി 4 കൊല്ലം മുന്തിരി മാത്രമേ ഞങ്ങൾ എടുത്തുള്ളൂ. എന്നെ കള്ളക്കേസിൽ കൊടുക്കാൻ വേണ്ടിയാ ഇതൊക്കെ അവർ ചെയ്തത്. അമ്മേ, നമ്മൾ എടുത്തയാടി ഒരു തീരുമാനം എടുക്കണ്ട. എനിക്ക് തോന്നുന്നത് അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് കൂടി കേട്ടൂടെ? ഇവള് മുതലക്കണ്ണീരൊഴുക്കി പറയുന്നതെല്ലാം നീ വിശ്വസിക്കുവോ? നിനക്ക് അത്രയ്ക്ക് ബുദ്ധിയില്ലേടാ? നിന്റെ കഥയൊന്നും കേൾക്കാൻ എനിക്ക് സമയമില്ല പെണ്ണെ. ഞാൻ പറയുന്നത് അമ്മ ഒന്ന് വിശ്വസിക്കണം. ഞാൻ തമാശക്ക് ചെയ്തൊരു കാര്യം ഇത്ര വലിയ പ്രശ്നമാവുന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഞാൻ തല തെറിച്ചവള, അഹങ്കാരിയ, കുരുത്തം കെട്ടവള, എല്ലാം ശരിയാ. പക്ഷെ എന്റെ ചേച്ചി എന്നെ പോലെ അല്ല. സർ, ചേച്ചിയുടെ പേരിൽ മാത്രമല്ല ലക്ഷ്മി, നിങ്ങളുടെ വീടിന് മഹാലക്ഷ്മി ആയിരിക്കും. നിങ്ങൾക്ക് ആർക്കും ഒരു കുറവും വരുത്താതെ ചേച്ചി നന്നായിട്ട് നോക്കും. ചേട്ടാ, എന്റെ വാക്ക് നിങ്ങൾ കേൾക്കണ്ട. ഈ നാട്ടിൽ ആരോട് വേണമെങ്കിലും എന്റെ ചേച്ചിയെ കുറിച്ചൊന്ന് അന്വേഷിച്ചു നോക്കൂ. എന്നെ കുറിച്ച് 100 കുറ്റം പറഞ്ഞാലും എന്റെ ചേച്ചിയെ കുറിച്ച് ഒരു വാക്ക് പോലും ഒരാളും കുറ്റം പറയില്ല. ഈ നാട്ടുകാർക്ക് മുന്നിൽ വെച്ച് തന്നെയല്ലേ പോലീസുകാരൻ നിന്റെ കുടുംബത്തെ നാണം കെടുത്തിയേ? അവിടെ നിന്ന് പോയവരെ നിന്റെ കുടുംബത്തെ നോക്കി കാർക്കിച്ച് തുപ്പിയിട്ടാ പോയത്. അത് പോരാഞ്ഞിട്ട് ഞങ്ങൾ ഇനി നിങ്ങളുടെ കുടുംബത്തിലെ ഓരോരുത്തരെ പറ്റി അന്വേഷിക്കണോ? ഞങ്ങൾക്ക് നിന്റെ മഹാലക്ഷ്മിയെ വേണ്ട. നീ വഴിമാറി തന്നാ മാത്രം മതി. അതല്ല അമ്മ, ഞാൻ സൈക്കിൾ റേസില് പ്രതാപന്റെ അനിയത്തെ തോൽപ്പിച്ചതിലുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടി അയാൾ എന്നെ കരുതിക്കൂട്ടി കുടുക്കിയതാ. അയാൾ എന്നെ ചതിച്ചതാണ്. അത് ഞങ്ങൾക്കറിയണ്ട. നിങ്ങളുമായി ഒരു ബന്ധത്തിന് ഞങ്ങൾക്ക് താല്പര്യമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? വഴിന്ന് മാറ്. അയ്യോ, ഞാനിതെങ്ങനെ നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കും? എന്റെ ചേച്ചിയെ കുറെ പേര് പെണ്ണ് കാണാൻ വന്നിട്ടുണ്ട്. പക്ഷെ ചേച്ചിക്ക് ആദ്യമായിട്ട് ഇഷ്ടപ്പെട്ടത് നിങ്ങളെയാ ചേട്ടാ. ഈ കല്യാണം മുടങ്ങിയ എന്റെ ചേച്ചി ആകെ തകർന്നു പോവും. അവളാകെ ചെയ്ത തെറ്റ്. ഞങ്ങളെപ്പോലെ ഒന്നുമില്ലാത്തൊരു കുടുംബത്തിൽ ജനിച്ചതാ. അതുകൊണ്ട് അവളുടെ ജീവിതത്തിൽ കുറെ കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിലോ, ഞാൻ കാരണം എന്തെങ്കിലും നാണക്കേടുണ്ടെങ്കിലോ, ചേച്ചിയുടെ കല്യാണം കഴിയുന്നവരെ ഞാൻ ആ വീടിന്റെ പരിസരത്ത് പോലും പോവില്ല. പക്ഷെ എന്റെ ചേച്ചിയെ കൈവിടരുത്. അതെന്റെ ചേച്ചിക്ക് മാത്രമല്ല, കുടുംബത്തിലുള്ള എല്ലാവർക്കും ചീത്തപ്പേരുണ്ടാക്കും. നിന്റെ ചേച്ചിക്ക് ജീവിതം കൊടുക്കാനല്ല ഞാൻ എന്റെ മോനെ വളർത്തി വലുതാക്കിയത്. നിന്റെ കുടുംബത്തിനേറ്റ ചീത്തപ്പേര് മാറ്റാൻ ദൈവത്തിന് പോലും കഴിയില്ല. നിന്റെ കുടുംബത്തിൽ നിന്ന് പെണ്ണ് കെട്ടിയാലേ എന്റെ മോന് നാട്ടുകാരുടെ മുന്നിൽ തല താഴ്ത്തി നടക്കേണ്ടി വരും. അയ്യോ അമ്മ, ഞാൻ പറയുന്നത് ഒന്ന് നിർത്തടി. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബക്കാരുടെ ഇടയിലെ തല ഉയർത്തി നടക്കണം. നീ നിന്റെ ചേച്ചിക്ക് വേണ്ടി ഏതെങ്കിലും ഒരു കള്ളനെ കണ്ടുപിടിച്ച് കല്യാണം നടത്തി കൊടുക്ക്. നിങ്ങളുടെ കുടുംബക്കാർക്ക് കുടുംബത്തൊഴില് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യാം. ഇനി കാറിന്റെ മുന്നിൽ വഴിമുടക്കി നിന്നാ നിന്റെ ദേഹത്തോടെ വണ്ടി കയറ്റി ഞങ്ങൾ പോവും. മാറു വഴിയെന്ന്. അയ്യോ അമ്മ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. മാറി നിക്കടി.